എടാ ഞാൻ ആ ചോദ്യം ഇപ്പോഴും ചോദിക്കുക. എടാ ഇത്രയും വലിയ മലയുടെ മണ്ടേര് ഈ സാധനം പണിത് വെച്ചവൻ ആറാ? എനിക്കറിയണം അവനെ. അവ ആര്? നിങ്ങൾ ഈ വരാഹ കേവിലും ഈ സോർ ടെമ്പിളിലും വരുമ്പോൾ ഒരിടത്താണ് ബസ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായാലും ഞാൻ മറന്നു. മാമലപുരം ഇതാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കിച്ച് ഈ സൈഡിൽ ഒരു ക്ഷേത്രമുണ്ട്, ഇവിടെ ഒരു സംഭവമുണ്ട്, പ്രതിഷ്ഠ പോലെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ബസ് നിർത്തണം ആക്ച്വലി. ഓക്കെ, ഇതുവഴി എന്താ ബസ് വന്ന് ഇവിടെ കൊണ്ട് ബസ് നിർത്തും. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് സോർ ടെമ്പിളിലോട്ട് പോണത്, ഇങ്ങോട്ട് വരാഹ കേവിലോട്ട് പോണത്. ഓക്കെ, നിങ്ങളത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ മതി. ഞാനും എൻ്റെ ഗൂഗിൾ മാപ്പ് ആശ്രയിച്ചാണ് ഇത്രയും ദൂരം വന്നത്. ഇനി ഞാൻ തിരിച്ചു പോകാൻ എനിക്ക് വഴി അറിയത്തില്ല, ഗൂഗിൾ മാപ്പ് ആശ്രയിച്ച് തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട്. ഇവിടെ ഒരു ക്ഷേത്രം നിങ്ങളിതൊന്ന് നോക്കി വെച്ചാൽ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്കിലാണ് ഈ ക്ഷേത്രം. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി നേരെ വന്നാൽ മതി വരാഹ കേവിലോട്ട്. ആക്ച്വലി ഇവിടെ എന്താണ് സ്ഥലം, ഞാൻ മാപ്പ് നോക്കിക്കോട്ടെ. ഇവിടെ തന്നെയാണ് സ്ഥലം. ഇവിടെ എവിടെ തന്നെയാണ് നമുക്ക് ഇവിടെയും ടിക്കറ്റ് എടുക്കണം. ആക്ച്വലി ഇവിടെയും 30 രൂപ 40 രൂപ ആ ഒരു റേഞ്ചിനകത്തേ ഉള്ളൂ. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് ഈ 2 സ്പോട്ട്. അതായത് മഹാബലിപുരം 3 സ്പോട്ട്. മഹാബലിപുരം സോർ ടെമ്പിൾ, മഹാബലിപുരത്തുള്ള വരാഹ കേവ്, മഹാബലിപുരം ബീച്ച്. ഈ 3 സ്ഥലവും നിങ്ങൾക്ക് നല്ല കിടിലമായിട്ട് അതായത് നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അല്ലെങ്കിൽ ഒരു ഉച്ച വരെയൊക്കെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ മഹാബലിപുരം. അത് ഈ മാമലപ്പുറം ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഈ 3 സ്പോട്ടിലത്തേക്കും വരാം. ഒരൊറ്റ ടിക്കറ്റാണ് ബസ്സിൽ. ഞാൻ നോക്കട്ടെ, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ആണെന്ന് തോന്നണം. ഞാനൊന്ന് കണ്ടുപിടിച്ചോട്ടെ. ടിക്കറ്റ് എടുത്ത് ഇവിടെയും ഏകദേശം അവിടുത്തെ സെയിം ടിക്കറ്റ് തന്നെ. എനിക്ക് തോന്നുന്നു 2 ടിക്കറ്റാണ്. അവിടെ നമ്മൾ കയറുമ്പോൾ സീൽ ചെയ്ത് വിടും, ഇവിടെ മിക്കവാറും സീൽ ചെയ്ത് വിടുമെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി കാണിച്ചു തരാം. അങ്ങ് അറ്റത്തിൽ നിന്നാണ് നടന്നു വരുമ്പം ഇവിടെ ബാരിഗേറ്റും സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ എൻട്രൻസ് കയറി നോക്കാം. അവിടെ നമുക്ക് ട്രൈപോഡ് സമ്മതിക്കൂലായിരുന്നു, ഇവിടെ സമ്മതിക്കുമെന്നോ. മൈക്ക് പറ്റൂല. നിങ്ങൾക്ക് ഇനി ചിലപ്പം ഓഡിയോ കുറച്ച് മോശമായിട്ടായിരിക്കും കേൾക്കണേ. കാരണം നമുക്ക് അപ്പുറത്ത് ട്രൈപോഡ് യൂസ് ചെയ്തുകൂടാ, ഇവിടെ ട്രൈപോഡും മൈക്കും യൂസ് ചെയ്തുകൂടാ. എനിക്ക് മനസ്സിലാത്ത ഈ ട്രൈപോഡും മൈക്കും ഒക്കെ യൂസ് ചെയ്യണതിന് എന്തൊരു കുഴപ്പമെന്നാണ്. പക്ഷേ ഇത് നമുക്ക് സീൽ ചെയ്താണ് വിടുന്നത്. അവർ പറയുകയെന്ന് വെച്ചാൽ നമ്മൾ ട്രൈപോഡ് മൈക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതായത് പെർമിഷൻ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു പെർമിഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ എക്സ്ട്രാ പൈസ പേ ചെയ്ത്, അതായത് 10-200 എന്തോ പേ ചെയ്യണം. 10-200 എന്തോ പേ ചെയ്ത് പെർമിഷൻ എടുത്ത് വരികയാണെങ്കിൽ ഓക്കെ. അല്ലാതെ പക്ഷെ അത് ഒരു മോശം പരിപാടിയാണല്ലേ. എന്നുവെച്ചാൽ ഇപ്പം എന്നെ പോലത്തെ ആൾക്കാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെളിയിൽ നിന്ന് ഫോറിനേഴ്സൊക്കെ വരാം. അതായത് ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർ മെയിനായിട്ടും അവർക്ക് വേണ്ടത് അവരും ഇതേപോലെ ട്രൈപോഡും മറ്റതൊക്കെ വെച്ച് വീഡിയോ എടുക്കാനൊക്കെയാണ് പറഞ്ഞത്. അതായത് നമ്മളെ പുറത്തു നിന്നുള്ള വ്ളോഗേഴ്സൊക്കെ വരും, അതായത് ഫോറിൻ വ്ളോഗേഴ്സൊക്കെ വരുമ്പോൾ അവർ ഇതേപോലെ വ്ളോഗ് എടുക്കാനൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഈ മൈക്കില്ലാതെയും സ്റ്റാൻഡില്ലാതെയൊക്കെ അവർ ചെയ്യുമില്ലെന്നൊന്നും അറിയത്തില്ല. അവരിത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നിൻ്റെ ഒന്നും ഔദാര്യം വേണ്ടെന്ന് പറഞ്ഞാൽ അവന്മാർ ഇട്ടിട്ട് പോകും. ഓക്കെ, അത് വിട്ടുതരാം. നമുക്ക് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം. ഹൈ ഗൈസ്, ഈ വരാഹ കേവ് എന്ന് പറയുന്ന സ്ഥലം, ഈ വരാഹ കേവ് എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കയറി അങ്ങ് അറ്റത്തോട്ട് അവിടെ വേണം ടിക്കറ്റ് എടുക്കാൻ. പക്ഷേ ഇത് തുടങ്ങണേൻ്റെ അവിടെ ഒരു സംഭവമുണ്ട്. ഞാനിപ്പോൾ എന്തോ ആ വഴിയാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന അമ്പലം ഇതാണ്. ആ അമ്പലത്തിൻ്റെ നേരെ ബാക്കിൽ ഈ വരാഹ മീൻസ് നമ്മൾ വരാഹ രൂപം എന്ന് പറയത്തില്ലേ, വിഷ്ണുവിൻ്റെ അവതാരം അങ്ങനെ എന്തോ ആണ്. എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല ഈ ഹിസ്റ്ററി പരിപാടി.
ഇത് ആക്ച്വലി AD 630 സമയത്ത് പണിതൊരു സാധനമാണ്. പക്ഷെ ഇവിടെ ഒരു അതായത് ഈ പാറ കൊത്തി ചെയ്ത് വെച്ചിരിക്കണതാണ് പരിപാടി. എന്നുവെച്ചാൽ നമ്മൾ ഷോർട്ട് ടെമ്പിളിൽ പോയതിനെക്കാട്ടിയും നല്ല വൃത്തിക്ക് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ട ആക്ച്വലി അവിടെ കണ്ട ആ ഒരു ഇതിലൊക്കെ എന്തൊക്കെ കൊത്തി വെച്ച് കാണണ്ട. ആക്ച്വലി ഞാൻ ഇപ്പോൾ അകത്ത് കയറാത്തതെന്ന് വെച്ചാൽ ഈ വെളിയിരുന്ന് കാണുന്നതൊക്കെ ഉള്ളൂ അവിടെ, അതുകൊണ്ടാണ് പിന്നെ അകത്ത് കയറാത്തത്. എൻ്റെ ഈ ഒരു ഇവിടെ ആ ഒരു ഇതിലൊക്കെ എന്തോ സ്ട്രക്ചറൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മേളിലാണ്. നമ്മളെ മേളിൽ കണ്ട ആ ഒരു എനിക്ക് തോന്നുന്നു ഇത് ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ ഇരിക്കണം. ആക്ച്വലി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ മോഡൽ പോലെ ആ ഒരു പരിപാടി. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ പരിപാടികളാണ്. കണ്ട ആരൊക്കെ ഇരുന്ന് പാട്ട് പാടുന്നത്, ഇപ്പുറത്ത് കുറേ ഒരു കേട്ടോണ്ടിരിക്കണത്. ഇത് ഏതോ സ്ത്രീ എന്തോ ആണ്. ഇത് മറ്റേ നൃത്തം ചെയ്യണത് ഇത് കടുവേ പുലിയന്തരമാണ്. ഇത് കർഷകരുടെ ഇതാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ മാനിൻ്റെ എന്തോ പരിപാടികൾ, അതിൻ്റെ എന്തോ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിലൊരു എനിക്കിപ്പോഴും മനസ്സിലാത്ത ഇതെങ്ങനെ ചെയ്തു വെച്ചെന്നാണ്. എന്താ ആ ഒരു ഫിനിഷിങ് കണ്ട. ഈ രണ്ട് ആന അപ്പുറത്തെന്തോ മൃഗങ്ങളുണ്ട്. കണ്ട ഇതിൻ്റെ ഈ ആനയുടെ അടിയൊക്കെ കണ്ട, കുട്ടി ആനേനെ കുത്തി വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കണ്ട ഇതൊരു വലിയ ആന, അതൊരു വലിയ ആന. ഇതിൻ്റെ അടിയിലൊരു 1 2 3 ഇതോ അവിടെ ഇവിടെ കണ്ട ഒരു ആനയുടെ തല ഇരിക്കണം. കണ്ട 1 2 3 ആന, ഒരു ആനയുടെ തല അപ്പുറത്തുണ്ടെന്നാണ്. കണ്ട് ഇതെന്തോ കുരങ്ങനോ സംഭവം എന്തോരമാണ്. അതുകൊണ്ട് മറ്റേ സർപ്പം പരിപാടി. അത് ആക്ച്വലി എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്ക് കറക്റ്റായിട്ട് അറിയാമെന്നുള്ള ആരെങ്കിലും കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ കൂടെ വരാൻ വേണ്ടിയിട്ട് ആരുമില്ല. അതാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞത്. അത് ആക്ച്വലി എന്തോ ഒരു കഥയെ എന്നുവെച്ചാൽ നമ്മളെ ഈ രാമായണമൊക്കെ ഇല്ലേ, അതിൻ്റെ ആ ഒരു കഥയെ ഇൻസ്പയർ ആക്കി കൊണ്ടുവന്ന എന്തോ സാധനമാണ്. നിങ്ങൾ ഈ സാധനമാണ് ഞങ്ങളിത് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് വായിച്ചത്. ഞാനത് മാക്സിമം ക്ലിയറായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്കത് മൊത്തം വായിച്ച് പറഞ്ഞു തരേണ്ട സമയമില്ല. ഞാനൊന്നും കഴിച്ചില്ല. ഇതും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് വേണം എനിക്ക് വല്ലതും കഴിക്കാൻ. ആക്ച്വലി ഇത് ആക്ച്വലി ഒരു ക്ഷേത്രമാണ്. കണ്ടോ ആ കൊത്തി വെച്ചിങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗണേശ് രഥ. അത് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റത്തില്ല. അകത്തൊരു ചെറിയൊരു ഗണപതിയുടെ ഒരു ഇതുണ്ട്, പ്രതിഷ്ഠ പോലത്തെ ഒരു സാധനമുണ്ട്. അകത്ത് ഇരുട്ടായതുകൊണ്ട് എനിക്ക് അത് തുറക്കത്തില്ലെന്നാണ്. അത് തുറക്കത്തില്ല. അത് ആക്ച്വലി പണ്ട് ഇവർ മറ്റേ ആരാധനാലയം, അതാണ് ആരാധനാലയം. ഓക്കെ, അതാണ് ഈ സംഭവം. ഇവിടെ കുറേ വഴിയിടണം. അങ്ങോട്ടല്ല, ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടാണ്. അത് വീണ്ടും വെളിയിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി അവിടെ നിന്നാണ് കയറിയത്. അവിടെ നിന്ന് കയറിയത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് കയറിയെന്നുള്ളൂ. ഇവിടെ 2 ഇത് വെച്ചിട്ടുണ്ട്. രായഗോപുരം, കൃഷ്ണാസ് ബട്ടർ ബാൾ, അങ്ങനെ 2 ഇത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഗോപുരം കാണാം, അങ്ങോട്ട് പോകുമ്പോൾ കൃഷ്ണൻ്റെ ബട്ടർ ബോളും കാണാം. അതെനിക്ക് എന്തിനാണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ബട്ടർ ബാളാണ്, വെണ്ണ വെച്ചിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. എനിക്കിത് ആക്ച്വലി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഉള്ള ഇതൊക്കെ വായിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതെന്താ? ഓക്കെ, ഇതാണ് വരാഹ ടെമ്പിള്. സ്റ്റൈലിക്കലി ആൻഡ് ടൈപ്പോളജിക്കലി അസൈൻഡ് പല്ലവാക്കി. നമ്മൾ സോർ ടെമ്പിളും ഇതും എല്ലാം ഈ പല്ലവ കിങ്ങിൻ്റെ ഈ പല്ലവ കിങ് എന്നുള്ള ആ ഒരു എംപയർ ഉണ്ടല്ലോ, അവർ ചെയ്ത ആ ഒരു പീരീഡിൽ ചെയ്തതാണ്. ഈ പല്ലവ കിങ് ആ ഒരു പീരീഡിൽ ചെയ്തു വെച്ച്. കാരണം ഞാൻ അപ്പുറത്ത് സോർ ടെമ്പിളിൽ പോയപ്പോഴും ഈ പല്ലവ കിങ്ങിൻ്റെ പരിപാടി കുറേ ഒക്കെ എഴുതി വെച്ചിരുന്നു. ഇവിടെ വന്നപ്പോഴും സെയിം ഇത് ഈ പല്ലവ കിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പില്ലേഴ്സിന് എന്തോ പ്രത്യേകത ഉള്ള ഉണ്ടോ.
ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവിടെ പണ്ട് എന്തെങ്കിലും പ്രതിഷ്ഠ ഉണ്ടായിരുന്നതാണ്. കാരണം അതുകൊണ്ട് ഇവിടെയും രണ്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറേ അടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്തുവാണ് ഞാൻ ഇതാണോ വരാഹ രൂപം? എനിക്കറിയത്തില്ല. അറിയുന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആക്ച്വലി എനിക്ക് ഈ കഥകളൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല. എനിക്ക് ഈ കൊത്തി വച്ചിരിക്കണയൊക്കെ കാണുമ്പോൾ ഭയങ്കര മിസ്റ്ററി പോലെയും ഫാൻറ്റസി പോലെയൊക്കെ തോന്നാറുണ്ട്. ഇതാണ് വരാഹരൂപം. മനസ്സിലായി. ഇത് മറ്റേ കൃഷ്ണൻ അതല്ലേ? ഇത് കൃഷ്ണൻ്റെ ആ ഒരു രൂപം, ആ ഒരു കൃഷ്ണനോ ആരോ ഒരാളായിരുന്നു. ഞാൻ കേട്ടറിവേ ഉള്ളൂ ഗൈസ്, എനിക്കറിയത്തില്ല. ഇത് ആക്ച്വലി അത് കൃഷ്ണൻ്റെ ആണോ വിഷ്ണു ഭഗവാന്റെ ആണോ ഈ വരാഹരൂപം എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ കണ്ട് പോകുന്ന ഒരാളാണ്. ഈ വഴി നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് രായഗോപുരം എന്ന് പറഞ്ഞൊരു സ്പോട്ടിലേക്കാണ്. ഇതൊരു നൈസ് സാധനമാണ്. നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിഞ്ഞൂടാ. ഫോണിൽ കൂടെ കാണുന്നതിനെക്കാട്ടി നേരിട്ടാണ് ഭയങ്കര രസമാണ്. ഇവരൊക്കെ ഇത് എങ്ങനെ ഉണ്ടാക്കിയത്? വർഷങ്ങൾക്ക് മുമ്പാണ്. ആലോചിച്ച് നോക്കിയാണ് 630 കാലഘട്ടം. 630 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടൊരു സാധനമുണ്ട്. ഇപ്പോഴും എന്താ വിജയനഗര പീരീഡ്. ഇത് ആക്ച്വലി എനിക്ക് മറ്റേ എൻട്രി ആണ്. അതായത് നമ്മുടെ ഇത് തന്നെയാണോ ഗോപുരം ഒന്നും അറിയത്തില്ല. അതാണ്ട വീണ്ടും ഈ സാധനം ഈ ഒരു ഇതിലൊക്കെ എങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടായിരിക്കും? വേണ്ട, ഇത് ഇത്രയും പൊക്കമുള്ള സാധനമാണ്. അതായത് ഫോൺ വയ്ക്കാണ്ടുള്ള എങ്ങനെ നിന്നാലും എന്നെ പോലെ ഒരു 3 ആൾ നിൽക്കേണ്ട പൊക്കമുണ്ട്. മനസ്സിലായി? ഇവിടെ നിന്ന് തുടങ്ങി കണ്ട ഇതിങ്ങനെ കൊത്തി അങ്ങ് മണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ആലോചിക്കാം. ഈ കൊത്തണത് തറയിലിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ട് കൊത്തണമെന്ന് വിചാരിക്കാം. ഇതെങ്ങനെ എടുത്ത് നൂത്ത് നോക്കി ഇവര്? ഇതെങ്ങനെ എടുത്ത് നൂത്ത് വെച്ചാണ്? അത്രയും ടെക്നോളജി ഉണ്ടായിരുന്നാണോ അന്ന്? ഇല്ലെങ്കിൽ നമ്മൾ മറ്റേ ബാഹുബലിയിലൊക്കെ കാണുന്നത് പോലെ മറ്റേ പക്ഷെ അതൊക്കെ അന്ന് ഉണ്ടാക്കേണ്ട ബുദ്ധിയുണ്ടോ ആൾക്കാർക്ക്? ബുദ്ധിയല്ല, ആ ഒരു തോട്ടുണ്ടോ ആൾക്കാർക്ക്? 630 വർഷം നോക്കുമ്പോൾ 27ാമത്തെ സെഞ്ചുറിയോ 28 ആ ഒരു പീരീഡ് എന്തൊക്കെയാണ്. എനിക്കും 8ാമത്തെ സെഞ്ചുറി സംതിങ് എന്തോ ആണ്. എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. കണ്ട ഈ സംഭവം ഇത് 1 2 3 4 അങ്ങനെ 4 പില്ലറുണ്ട് ഇവിടെ. അതും ഈ രണ്ട് പില്ലറിൻ്റെ ഇടയിൽ ഇവിടെ ഒരു സ്പേസ്, സെയിം അതേപോലെ ആ 2 പില്ലറിൻ്റെ ഇടയിൽ അവിടെ ഒരു സ്പേസ്. ഇത് ആക്ച്വലി നമ്മൾ ഈ അമ്പലത്തിലൊക്കെ മറ്റേ തീർത്ഥം വാങ്ങിക്കണ പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കണം. ഇത് ഈ 4 സൈഡിലുണ്ട്. ആണ്ടോ ഇതൊക്കെ കുത്തി വെച്ചിരിക്കണം. നോക്കടാ, ഇവിടെ ഒരു ഗ്യാപ്പ്, ഒരു സ്പേസ്.
അന്ന് ഇങ്ങനെയൊക്കെ ഒരുത്തൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ തലയാണ് തല. ആലോചിക്കണം. ഇപ്പോഴത്തെ ആൾക്കാർ പോലും ഇങ്ങനെ ചിന്തിക്കാനുള്ള. ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം കാണാൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ ഒരു ഇതൊക്കെ ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനത്തെ ഇപ്പോൾ ഒരു വലിയൊരു മല ഉണ്ടായിരുന്നു വിചാരിച്ചു. ആ മല അവർ കൊത്തി അങ്ങനെ ചെയ്ത്. ആ മല അങ്ങനെ കൊത്തി ചെയ്യണമെങ്കിൽ എത്ര വർഷം എടുക്കും? ആ മലയുടെ അകത്തൂടെ തുരങ്കം ഉണ്ടാക്കി. അതായത് ഇപ്പം ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങി വിചാരിച്ചോ, ഞാൻ ഒരു വലിയ മല സിമ്പിളായിട്ട് പറഞ്ഞുതരാം നമുക്ക്. ആ ഒരു മല അതില്ല. ഓക്കെ, ഈ ഒരു പാറ ഞാൻ പറയാം. ഇവിടെ ഒരു വലിയൊരു പാറ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കൊത്താൻ തുടങ്ങിയെന്ന് വിചാരിച്ചു. എനിക്ക് ആ പാറ ഈ സൈഡിൽ നിന്ന് കൊത്തി അപ്പുറം. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് ഞാൻ പറയാം, ഓക്കെ പറ്റും. 2 ദിവസം 3 ദിവസം കൊണ്ടൊക്കെ, ഒരു 2 ദിവസം 3 ദിവസം കൂടിപ്പോയി ഒരു 4 ദിവസം കൊണ്ടൊക്കെ ഇത് പറ്റും. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് നമുക്ക് അങ്ങനെ കൊത്തി പോണത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ കൊത്തി പോണത് ചെയ്തെടുത്താണ്. എങ്ങനെ പോയാലും ഇപ്പം ഞാൻ കൊത്തി തുടങ്ങിയെന്ന് വിചാരിച്ചോ, ഞാൻ കൊത്തി തുടങ്ങിയത് എങ്ങനെ പോയാലും ഞാൻ കഴിഞ്ഞ് എൻ്റെ അടുത്ത ജനറേഷൻ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ജനറേഷൻ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ജനറേഷൻ വരെ കഴിഞ്ഞ് ഒരു 7 തലമുറ കഴിഞ്ഞാലായിരിക്കും ചിലപ്പം ഇത് തീർന്നത്. മനസ്സിലായ? ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ തോട്ടല്ലായിരിക്കുമല്ലോ വേറൊരാളുടെ തോട്ട്. അതായത് ഇപ്പോൾ ഒരു വീട് പണിയാണ്. അത് കോൺട്രാക്ടറുണ്ട്, കയ്യാളുണ്ട്, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അതിനുള്ള കുറേ പേരെ വെച്ചാണ് ആ വീട് പണിയണത്. ഓക്കെ, അതറിയാം വീടിൻ്റെ ഇങ്ങനെ ഒരു സ്ട്രക്ചറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊത്തി വയ്ക്കുമ്പം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെ പറഞ്ഞ്, അതായത് ഇപ്പം ഞാൻ സെയിം ഇതിൽ ഞാൻ പറയും. ഇപ്പം ഞാൻ കൊത്തുകയാണ്. ഇപ്പം എനിക്കറിയാം ഇത്ര ഗ്യാപ്പ് വിട്ട് ഇത്ര ഇത് കഴിഞ്ഞിട്ട് ഇന്നൊരു പ്രതിമ, അടുത്ത് ഇത്ര ഗ്യാപ്പ് വിട്ട് ഇന്നൊരു ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രതിമ, ഇങ്ങനെ കൊത്തുക. പക്ഷേ ഇത് എങ്ങനെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതുമാത്രമല്ല, ഇപ്പം ഇതിൽ കൊത്തി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഏകദേശം ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതൊരു 4 പേര് ചേർന്ന് ചെയ്താൽ ശരിയാവും. ഇതെല്ലാം എൻ്റെ ഒരു ഡൗട്ടാണ്. ഇതൊക്കെ ആൾക്കാരെ സമ്മതിച്ചാലേ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ഇല്ലെങ്കിൽ മറ്റേത് പറയണ ഏലിയൻ ഇൻവെൻഷൻ, ആ പരിപാടി. ഇവിടെ ആക്ച്വലി ഇവിടെ കേവ് ഉണ്ട്. ഇവിടെ താഴെ കണ്ടില്ലേ, അതേപോലത്തെ സെയിം ഒരു കേവ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് പോവേണ്ട വഴിയാണ് നമുക്ക് കണ്ടുപിടിക്കാവുള്ളത്. കാരണം താഴോട്ട് പോകാൻ വഴിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ കയറി വരേണ്ടത്. അയ്യോ, ഞാൻ ആക്ച്വലി അവിടെ ബാക്കി വെച്ച് തീർന്നെന്ന് വിചാരിച്ച് ഔട്ട്ഡോറൊക്കെ പറഞ്ഞ് അങ്ങ് നിർത്തിയതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ സാധനം ഇങ്ങനെ കയറി വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കാഴ്ച, അവിടെ മേളിലൊരു ക്ഷേത്രമുണ്ട്. ഞാൻ ആക്ച്വലി അവിടെ എങ്ങനെ പോകുമെന്നറിയാതെ ഇങ്ങനെ വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഫ്രണ്ടിൽ സ്റ്റെപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങളിവിടെ വന്ന ഒരു നല്ല ക്യാമറയുള്ള ഫോൺ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ കുറേ സ്ഥലമുണ്ട്. ഇവിടെയും അവിടെയൊക്കെ നിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് നല്ല ഫോട്ടോ എടുക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ പടിയുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ നേരത്തെ കണ്ടില്ല ഗൈസ്. പടി കയറിക്കൊണ്ട് കാരണം കുഞ്ഞു പടിയാണ്. ആക്ച്വലി എന്നിട്ട് പണ്ട് കാലത്ത് ഇവർ മറ്റേ കൊത്തിയെടുത്ത പടി ഉണ്ടല്ലോ, ആ സെയിം പടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കയറണം, തെന്നിയടിച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കയറണം, ഇല്ലെങ്കിൽ തെന്നിയടിച്ച് മുഖം നമുക്ക് താഴെ കിടക്കും. ഒരു കിട്ടിലും വ്യൂ ഉണ്ടേ. അത് നോക്കിയാൽ നമുക്ക് ആ ബീച്ചിലാണ് നമ്മൾ നേരത്തെ പോയിരുന്നത്. അതായത് നമ്മളെ മാമല്ലപുരം. യെസ്, മാമല്ലപുരം ബീച്ച് ഫുള്ള് കാണാം നമുക്ക്. കണ്ടോ, അത് മാമല്ലപുരം ബീച്ചാണ്. ആക്ച്വലി ഇനി ഇവിടെ കുറച്ചും കൂടെ കയറാനുണ്ട്.
ആ ബീച്ച്, ഇവിടെ ഒരു ഗ്രൗണ്ട്. അയ്യോ പറഞ്ഞത് ഫോണിൽ കാണുന്ന പോലെ അല്ല, നേരിട്ടാണ് നല്ല രസമാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല, അത് വന്ന് നോക്കണം. നിങ്ങൾ ഷോർട്ട് ടൈമിൽ വന്നില്ലെങ്കിലും ഇവിടെ വരണം ഗൈസ്. ഇവിടെ നല്ല അവിടെ തന്നെ കാട്ടിയും കിട്ടില്ല സ്പോട്ട് ഇത് തന്നെയാണ്. എടാ ഞാൻ ആ ചോദ്യം ഇപ്പോഴും ചോദിക്കുക. എടാ ഇത്രയും വലിയ മലയുടെ മണ്ടേര് ഈ സാധനം പണിത് വെച്ചവൻ ആറാ? എനിക്കറിയണം അവനെ. അതാര്? അത് ഇതുകൊണ്ട അവിടെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അങ്ങോട്ടുള്ള വഴി അവർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഉണ്ട് ആ ഒരു സാധനം ഉണ്ട്. ആ ഒരു സാധനം ഞാൻ അവിടെ കയറേണ്ട വഴി നേരത്തെ കണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ട് പോകേണ്ട വഴി അവർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഇവിടെ താഴെ നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റും, ശ്രദ്ധിച്ചിറങ്ങണം. ഇതിൻ്റെ മേളിൽ കയറിയെന്ന് ഞാൻ ഇപ്പോഴും ഇതിൻ്റെ മേളിൽ നമുക്ക് കയറാൻ പറ്റും. ഞാൻ പിന്നെ അവരൊക്കെ അവിടെ നിൽക്കണോടെ അങ്ങോട്ട് കയറാത്തതാണ്. ഇതിൻ്റെ മേളിൽ കയറിയെന്ന നമുക്ക് ശരിക്കും പറഞ്ഞാൽ മഹാബലിപുരം ഫുള്ളും കാണാം. ഇതിൻ്റെ പുറത്ത് കയറിയെന്ന സീരിയസ് ആയിട്ട് കണ്ടോ, അങ്ങ് അറ്റം കണ്ടോ, ആ അറ്റത്തെ മല വരെ നമുക്ക് കാണാം. ഇനി അപ്പർ സൈഡിൽ നിന്ന് അപ്പർ സൈഡ് ഫുള്ള് കാണാം നമുക്ക്. ഇത് ആക്ച്വലി ഭയങ്കര വലിയ ട്രക്കിങ്ങും പരിപാടിയൊന്നുമില്ല. കയറി വരാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും പറ്റുമെങ്കിൽ കയറി വരാൻ ആവുന്നുണ്ടെങ്കിൽ കയറി വന്ന് കണ്ടു നോക്ക്. ആക്ച്വലി ലൈറ്റ് ഹൗസ് ഉണ്ട്, പക്ഷെ അതിന്ന് ഓപ്പണിങ് അല്ലേ. താഴ്ച നോക്കിയപ്പോൾ അവർ ഓപ്പൺ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഇതേപോലെ എഴുതി വരും ഇങ്ങനത്തെ സ്ഥലങ്ങൾ കുളമാക്കല് പ്ലീസ് പറയണേ. നിങ്ങൾ എഴുതിക്കോ, നിങ്ങളെ വീട്ടിൽ എഴുതിക്കോ, നിങ്ങളെ ബുക്കിൻ്റെ ബാക്കിൽ എഴുതിക്കോ. പക്ഷെ ഇങ്ങനത്തെയൊക്കെ കുറച്ച് പുരാതനമായ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെയൊന്നും കാണിക്കല് തെണ്ടിത്തരമാണ്, ശുദ്ധ തെണ്ടിത്തരമാണ്. ബാക്കി പുറത്തെ സൈഡുള്ള മഹാബലിപുരം ക്ഷേത്രമാണ്. ഇവിടെ കയറുന്നതാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. സ്ഥലം തമിഴ് അല്ല കേരള. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫൈൻ ചെയ്ത് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അല്ല കുറച്ചും കൂടെ നന്നായിട്ട് അറിയാമെന്നുള്ള ആരെങ്കിലുമൊക്കെ വന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പം നിങ്ങളെ കണ്ണിലൂടെ എന്തിനാണ് കാണുന്നത് ആ സെയിം പരിപാടിയാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര നോളജുള്ള ഒരാളാണെങ്കിൽ മാറ്റി വെച്ചാൽ, എന്നെപ്പോലെ വലിയ നോളജൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇതേപോലെ ആയിരിക്കും. ഇതെങ്ങനെ കൊത്തി, ഇത് എങ്ങനെ പണിത് എന്നൊക്കെ ഉള്ളൊരു തോട്ടായിരിക്കൂലേ. എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ പറഞ്ഞതാ. 3 മണി 4 മണി അടുപ്പിച്ച 3:30 അടുപ്പിച്ച ആവറായി. ഒന്നും കഴിച്ചില്ല, ഇനി വേണം വെച്ചുകൊണ്ടായി കഴിക്കാൻ. ഓക്കെ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ, അതായത് വരാഹ കേവിൽ വരികയാണെങ്കിൽ കുറച്ച് ശക്തിയുള്ളവർ പറ്റുമെങ്കിൽ വരണം. കുറച്ച് ശക്തി വേണം, കാരണം വെച്ചാൽ ഇവിടെ അത്യാവശ്യം നടക്കാനുണ്ട്. ഫുള്ള് നടക്കാനാണ്, വേറെ ഒരു പരിപാടിയും നടക്കൂല, ഫുള്ളും നടക്കാനാണ്. പിന്നെ ഒരു ചെറിയൊരു കുന്നുപോലത്തെ സാധനമൊക്കെ കയറാനുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ മാക്സിമം വരാൻ ശ്രമിക്കണം. കാരണം കൊള്ളാം. കാരണം നമുക്ക് ഞാൻ ആക്ച്വലി ഒരു പോയിൻ്റ് വെച്ചിട്ട് ഔട്ട്ഡോറൊക്കെ പറഞ്ഞ് നിർത്തി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിക്കണത്, അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇവിടെ ബാക്കി സ്ഥലമുണ്ടെന്ന്. ഇവിടെ ഏറ്റവും മേളിൽ കയറുന്ന മഹാബലിപുരം ഫുള്ളും കാണാം. സത്യമായിട്ട് നിങ്ങൾ നേരിട്ട് വന്ന് കാണുന്നത് നല്ല രസമാണ്. കാരണം ഫോണിൽ എടുക്കണമെങ്കിൽ പരിമിതികളുണ്ട്. ലവ് യു ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കറിയാം ഞാൻ വലിയ വ്ളോഗറൊന്നുമല്ല, അതുമാത്രമല്ല ഈ വീഡിയോ എടുക്കാനും ഇത് മൊത്തം തപ്പി കണ്ടുപിടിക്കാനും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇതിൻ്റെ അത് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഓരോ മണ്ടത്തരം വിളിച്ച് പറഞ്ഞ് പിന്നെ അത് വേറെ എന്തെങ്കിലും പ്രശ്നമാവേണ്ട എന്നുള്ളൊരു ഇതിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.